ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത മാസം 18-ാം തീയതിയാണ് ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിക്കുക. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ബ്രസീലിയൻ ആരാധകർ. നെയ്മർ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് നെയ്മർ ആരാധകർക്ക് അറിയേണ്ടത്. എന്നാൽ അതിനു മുന്നേ മറ്റൊരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് കൂടി നടത്താനുള്ള ഒരുക്കത്തിലാണ് CBF ഇപ്പോൾ ഉള്ളത്. അത് മറ്റൊന്നുമല്ല, കാർലോ ആഞ്ചലോട്ടി ബ്രസീലുമായി കോൺട്രാക്റ്റ് പുതുക്കിയത് ഒഫീഷ്യലായി കൊണ്ട് പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ESPN ബ്രസീലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കാർലോ ആഞ്ചലോട്ടിയുടെ കോൺട്രാക്റ്റ് ഈ വേൾഡ് കപ്പോടുകൂടി അവസാനിക്കുകയാണ്. അത് പുതുക്കാൻ നേരത്തെ തന്നെ ധാരണയായിട്ടുള്ളതാണ്. 2030 വേൾഡ് കപ്പ് വരെയാണ് ഈ കോൺട്രാക്റ്റ് പുതുക്കുക. ഇക്കാര്യത്തിലുള്ള അനൗൺസ്മെന്റ് അടുത്ത മാസം ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് നിലവിൽ അദ്ദേഹം തൻ്റെ കുടുംബത്തോടൊപ്പം വാങ്കോവറിലാണ് ഉള്ളത്, കാനഡയിലാണ് ഉള്ളത്. ഈ മാസം അവസാനത്തിൽ അദ്ദേഹം ബ്രസീലിൽ മടങ്ങിയെത്തും. അതിനുശേഷം ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 10 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിന്റെ സാലറി ആയിക്കൊണ്ട് ലഭിക്കുക. ഒരു വർഷം 10 മില്യൺ യൂറോ അദ്ദേഹത്തിന് സാലറി ലഭിക്കും. അദ്ദേഹത്തിന്റെ സാലറി വർദ്ധിപ്പിച്ചിട്ടില്ല. പക്ഷെ ആഞ്ചലോട്ടി പറഞ്ഞത് തന്റെ സ്റ്റാഫിന്റെ സാലറി വർദ്ധിപ്പിക്കണം എന്നായിരുന്നു. അത് CBF അംഗീകരിച്ചിട്ടുണ്ട്. ആഞ്ചലോട്ടിയുടെ സ്റ്റാഫിന്റെ സാലറി ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും 2030 വേൾഡ് കപ്പ് വരെ കാർലോ ആഞ്ചലോട്ടി ബ്രസീലിയൻ ദേശീയ ടീമിൽ ഉണ്ടാകും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.